നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാളത്തിൻ്റെ ഭാവഗായിക സുജാതയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. മലയാളിക്ക് ഓർത്തിരിക്കാൻ ഒട്ടേറെ ഗാനങ്ങൾ സമ്മാനിച്ച സുജാതയുമായിട്ടുള്ള വർത്തമാനം ഈ എപ്പിസോഡിലും തുടരുകയാണ്. എനിക്ക് തോന്നുന്നു 5 വർഷം പാടാതിരുന്നത് ഇത്രയും നല്ല ഗാനങ്ങൾ സുജയ്ക്ക് ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള ആരുടെയോ ഒരു നിയോഗമായിരുന്നു. അതല്ലെങ്കിൽ ഇത്രയും ചിത്രമൊക്കെ ഇങ്ങനെ നിറഞ്ഞോടിയ സിനിമയാണ് മലയാളത്തിലെ നാഴികക്കല്ല്. അതിനെയൊന്നും ബീറ്റ് ചെയ്യാൻ പിന്നീട് സിനിമ ഉണ്ടായിട്ടില്ല. ചിത്രത്തിലെ ഓരോ ഡയലോഗുകളിൽ നിന്നും മനഃപ്പാഠമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പാട്ടായിരുന്നു. ഇപ്പോഴും എനിക്കൊന്ന് ലാലേട്ടൻ്റെ ഏതെങ്കിലും മോഹൻലാലിൻ്റെ പരിപാടി ഉണ്ടെങ്കിൽ ഈ പാട്ട് അവിടെ അനിവാര്യ ഘടകമാണ്. പ്രിയൻ്റെ വേറൊരു പാട്ട്, പ്രിയൻ്റെ മറ്റൊരു സിനിമ വന്ദനത്തിൽ, അങ്ങനെ ആ ഒരു പാട്ട് നമുക്കൊന്ന് പാടി ഒരുപക്ഷെ പ്രിയനോടുള്ള നമ്മുടെ കടപ്പാടും സ്നേഹവും ഒന്ന് അടിവരയിടാവുന്നതാണ്. അന്തിപ്പൊൻവട്ടം. അന്തിപ്പൊൻവട്ടം മെല്ലെ താഴുമ്പോൾ, അന്തിപ്പൊൻവട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ, മാനത്തെ മുല്ലത്തറയിലെ മാണിക്കച്ചെപ്പ്, വിണ്ണിൻ മാണിക്കച്ചെപ്പ്, താനാ തിന്തിന്താന 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 താന താന തിന്തിന്താന തിന്തിന്താന താന തിന്തിന്താന 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 താന താന തിന്തിന്താന തിന്തിന്താന താ. അന്തിപ്പൊൻവട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ, മാനത്തെ മുല്ലത്തറയിലെ മാണിക്കച്ചെപ്പ്, വിണ്ണിൻ മാണിക്കച്ചെപ്പ്. അങ്ങനെ ഒരിക്കൽ കൂടി ബേബി സുജാത, ബേബി എന്നുള്ള ആ ഒരു പ്രിഫിക്സ് ഒഴിവാക്കി സുജാത എന്നുള്ള ആ പേരിൻ്റെ ബലവും സ്ട്രെസ്സെല്ലാം മിഴിവും മികവെല്ലാം പ്രകടമാക്കിക്കൊണ്ട് മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നു. ഒരു വാശിയായിരുന്നു. എനിക്ക് ഈ നോട്ടം ഭയങ്കര ഇഷ്ടമാണ്. ഇല്ലല്ലേ വാശി, ഇല്ലല്ലേ ചെറിയ വാശി ഉണ്ടായിരുന്നു. സുജാത ചെറിയ വാശി എന്ന് പറയുമ്പോൾ നമ്മൾ കണക്കൂട്ടി എടുത്തോളുക. വാശിയല്ല, ആഗ്രഹമില്ലേ. നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഓക്കെ വരുവാണെങ്കിൽ യു ഹാവ് ടു ഡു യുവർ ബെസ്റ്റ്. അതിന് ശരിക്കും പരിശ്രമം ശരിക്കും ഞാൻ എൻ്റെ സംഗീത ജീവിതം പിന്നെയാണ് തുടങ്ങിയേക്കുന്നത്. പിന്നെയാണ് ഞാൻ എന്നെ ഒരു പാട്ടുകാരിയായിട്ട് കണക്കാക്കി. കാരണം പരിശ്രമം അതുവരെയും ഈ ബേബി സുജാതാസിനോട് പാടി ദാസനം കൊണ്ട് നടക്കണു, പ്രോഗ്രാമിനൊക്കെ പേര് നല്ല നടക്കണു. അത് അപ്പം ചിന്തിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ഫോക്കസ് ചെയ്ത് പാട്ട് പിന്നീട് വിവാഹം കഴിക്കുന്ന ഡോക്ടർ മോഹൻ്റെ പീഡിയാട്രിക്സ്, ഡോക്ടറിൻ്റെ ഭാര്യ, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു, അമ്മയാകുന്നു. പിന്നീടുള്ള വരവ് ഷുഡ് ബി ലൈക്ക് എ ബാങ് അല്ലേ? ഇറ്റ് ഹാപ്പൻഡ്. താങ്ക് യു. മലയാളത്തിൽ വന്നു കഴിഞ്ഞപ്പോഴും വീണ്ടും തമിഴ്നാട്ടിലെ സിനിമാ ലോകം സുജാതയിൽ കണ്ണുവെച്ചു. അത് ചെറിയ കണ്ണുകളല്ല വന്നത്. റഹ്മാനെ പോലുള്ള ആൾക്കാരുടെ ഭ്രമണപഥത്തിലേക്ക് സുജാത പ്രവേശിക്കുക. അനദർ ഏഞ്ചൽ. എവിടെയോ യഥാർത്ഥക്കാരോ. അതെന്തായാലും ഞാൻ പറയട്ടെ, കല്യാണത്തിന് ശേഷം എന്തായാലും ഡോക്ടർ മോഹൻ്റെ നന്മയായിരിക്കാം സുജാതയെ സഹായിച്ചിട്ടുണ്ടാവും. ആ ക്രെഡിറ്റെങ്കിലും മൂപ്പർക്ക് കൊടുത്തൂടെ? ഓഫ് കോഴ്സ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. മോഹൻ്റെ അമ്മാച്ചൻ ഇത്രയും നന്മ ചെയ്ത സോൾസ് ശരിക്കും ഭയങ്കര നല്ല സോൾസ് ആട്ടോ. അവരുടെ അനുഗ്രഹം ഒരുപാടുണ്ട്. മോഹനൊരു കൈ. സുജാത, റഹ്മാൻ ഇന്ന് ലോക സംഗീത ചക്രവാളത്തിലെ ഏറ്റവും മിന്നുന്ന നക്ഷത്രം. അതൊന്നും ഒരു പക്ഷേ നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചില കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഈ റഹ്മാൻ്റെ ഏറ്റവും പ്രിയങ്കരിയായ ഒരു പാട്ടുകാരിയായിട്ട് സുജാത അങ്ങ് വിലസി. ചെറിയ വിലസില്ല, റഹ്മാൻ്റെ എത്രയോ ജിംഗിൾസിൽ. അതെ, അന്ന് റഹ്മാൻ തുടങ്ങിയ സമയത്ത്, റഹ്മാൻ സിനിമ തുടങ്ങുന്നതിന് മുമ്പിലത്തെ റഹ്മാനെ നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് ഇപ്പം ശരിക്കും അല്ലേ, എന്താ റഹ്മാൻ ഇപ്പോൾ ഏത് ലെവലിലാണ് നിൽക്കണേന്ന് നമുക്ക് പറയാൻ കൂടെ പറ്റില്ല. നമ്മൾ ഹിമാലയത്തിന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നു അല്ലേ ശരിക്കും. പക്ഷേ അന്നേ
ആ ഒരു ജീനിയസ് സ്പാർക്ക് ആ വയസ്സിലെ അന്ന് റഹ്മാൻ എന്നെക്കാട്ടും 4-5 വയസ്സ് ഇളയതാണ്. പക്ഷേ കൊച്ചുകുട്ടിയെ പോലെയായിരുന്നു അപ്പോഴും. ഇപ്പോഴും ഹീസ് ലൈക്ക് എ സ്മോൾ ചൈൽഡ്. ഒരു ഭയങ്കര ചൈൽഡിഷ് ഒരു സ്വഭാവം, ഒരു വശമുണ്ട് റഹ്മാന്. എനിക്ക് തോന്നുന്നു അതാണ് റഹ്മാൻ്റെ വിജയം തോന്നുന്നു. ഈവൻ മ്യൂസിക്കിലും ആ ഒരു വൾണറബിലിറ്റി ഒരുപാടുണ്ട് റഹ്മാന്റെ മ്യൂസിക്കിൽ. ദാറ്റ് ഈസ് ഹിസ് സക്സസ്. പരീക്ഷ നടത്താനുള്ള ഒരു കഴിവ് അല്ലേ? പിന്നെ ഒരു ചൈൽഡിഷ് അതെ അതെ, സംസാരിക്കുമ്പോൾ തന്നെ ഒരു കുട്ടിയോട് സംസാരിക്കുന്ന പോലെയാണ്. വലിയ ആലോചനകളൊന്നുമില്ല, പറയുന്നതൊക്കെ ചെറിയ ചെറിയ വാചകങ്ങളിൽ. ഞാൻ റഹ്മാൻ ഒരു പ്രാവശ്യം ഇന്റർവ്യൂ ചെയ്തിട്ട് ഞാൻ കുടുങ്ങിപ്പോയി. എന്താ കാരണം വെച്ചാൽ ഒന്നാമത് മൂപ്പർക്ക് സംസാരത്തോടുള്ള പുള്ളിയുടെ താല്പര്യക്കുറവ്. പക്ഷേ ചെറിയ ചെറിയ വാചകങ്ങളാണ്. ആ വാചകങ്ങളൊക്കെ വളരെ ജെന്യൂനായിട്ടുള്ള വാചകങ്ങളാണ്. ഇത് വളരെ നേർത്ത വാചകങ്ങൾ. അതിനൊന്നും വലിയ കൂടുതൽ ആലോചനയൊന്നുമില്ല. പറയേണ്ടതൊന്നും പറയുന്നു. അത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുന്നു, മോശമാണെങ്കിൽ മോശം എന്ന് പറയുന്നു. എന്തായാലും സുജാത എത്തിപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ എന്താ പറയുക, എവിടെയൊക്കെയോ ഒരു കറണ്ട് ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട്. എന്തായാലും റഹ്മാൻ്റെ പ്രിയ ഗായികയ്ക്ക് റഹ്മാനോടൊരു ആദരവാണ് പ്രകടിപ്പിക്കാം. റഹ്മാൻ്റെ ഒരു പ്രധാനപ്പെട്ട പടമുണ്ട് പുതിയ മുഖം അല്ലേ? പുതിയ മുഖം എനിക്ക് എൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന പാട്ടാണത്. മലയാളിയായ സുജാതയ്ക്ക് ആദ്യത്തെ സംസ്ഥാന അവാർഡ് കൊടുത്തത് കേരളമല്ല. അത് സുജാതയുടെ മനസ്സിൽ ഇങ്ങനെ ചെറിയൊരു വ്യംഗ്യമുണ്ട്. അത് പിന്നെ പറയും. ഡിപ്ലോമാറ്റ് ആയതുകൊണ്ട് അത് പറയുന്നില്ല. എങ്കിൽ പോലും അന്ന് പറഞ്ഞിരുന്നു, ഇപ്പൊ പറയില്ല. കാരണം മലയാളികൾ ഒരുപാട് എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു പാട്ട് നമുക്ക് പാടാം. പുതിയ അതെ. சொன்னது இதுதான் காதல் என்பதா, இளமை பொங்கி விட்டதா, இதயம் சிந்தி விட்டதா, சொல் மனமே. நேற்று இல்லாத மாற்றம் என்னது, காற்று என் காதிலேதோ சொன்னது இதுதான் காதல் என்பதா, இளமை பொங்கி விட்டதா, இதயம் சிந்தி விட்டதா, சொல் மனமே. അങ്ങനെ തമിഴ്നാട് സംസ്ഥാന ബഹുമതി സുജാതയ്ക്ക് കിട്ടുന്നു. അവാർഡ് മേടിക്കുന്നു. ചെന്നൈയിൽ വെച്ച് അവാർഡ് മേടിക്കും. ഇങ്ങനെ പാളി നോക്കി തിരുവനന്തപുരത്തേക്ക് നോക്കണേ. നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ അന്ന് ശ്രദ്ധിച്ചു ആ നോട്ടം. നേരെയല്ല നോക്കി, ഇങ്ങനെ നോക്കി. പാടി നോക്കിയില്ലേ? സത്യം പറ. കുറച്ച് ആ സമയത്ത് ഡെഫിനറ്റ്ലി കുറച്ച് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. കാരണം മലയാളത്തിനെക്കാട്ടും തമിഴിൽ പാട്ടുകൾ കിട്ടുന്നു. മലയാളത്തിൽ കിട്ടുന്ന പാട്ടുകളൊക്കെ ഒന്നെങ്കിൽ കുറേ ലാലാ എന്ന് പാടാൻ, അല്ലെങ്കിൽ പ്രിയേട്ടന സിനിമയിൽ അല്ലാതെ പാട്ടുകൾ അങ്ങനെ അധികം ആരും വിളിച്ചിരുന്നില്ല. പിന്നെ കുറേശ്ശെ ഡ്യൂവറ്റ്സ് കിട്ടിത്തുടങ്ങി. പക്ഷെ കിട്ടിയതൊക്കെ നല്ല പാട്ടുകളായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ വിചാരിക്കണ നല്ല സോളോസ്, ഒരു സിംഗറിന് എപ്പോഴും സിംഗറിൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ നല്ല സോളോസ് കിട്ടണം, എന്നാലേ അവർ എസ്റ്റാബ്ലിഷ്ഡ് ആവുള്ളൂ. അങ്ങനത്തെ കിട്ടിയത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു ആദ്യ സമയത്ത്. കുറച്ച് പരിഭവം ഉണ്ടായിരുന്നു എനിക്ക് മലയാളത്തിനോട്. ആ പരിഭവം പല ഭാഷയിലൊക്കെ പറഞ്ഞല്ലോ, പലയിടത്തും പറഞ്ഞിട്ടുണ്ടോ? ആ സമയത്ത് ഞാൻ പറഞ്ഞാണല്ലേ, ഇപ്പൊ പറയും. ചെറിയ ചെറിയ വാചകങ്ങളിൽ എന്തായിരുന്നു സുജാതയെ മാറ്റി നിർത്തുന്ന പോലെ ഗൂഢാലോചന ഉണ്ടായിരുന്നു? ഗൂഢാലോചന എനിക്ക് എന്താണെന്ന് അറിയില്ല. മേ ബി ഞാൻ പറഞ്ഞ നമ്മുടെ മലയാളത്തിന് പോരായിരുന്നിരിക്കും അപ്പോൾ എൻ്റെ പാട്ട്. മേ ബി ഇനിയും അപ്ഗ്രേഡ് ആവശ്യം ഉണ്ടായിരുന്നിരിക്കും. വർക്ക് ചെയ്ത് കുറച്ചും കൂടെ നല്ലോണം പാടി തുടങ്ങിയപ്പോൾ വിളിച്ചു തുടങ്ങി. അങ്ങനെയാണ്, വളരെ ലളിതമായിട്ടാണല്ലോ പറയണത്. അല്ല അതെയോ മലയാളത്തിൽ ചിത്രയെപ്പോലുള്ള ആൾക്കാർക്ക് വളരെ സജീവമായപ്പോൾ സുജാതയുടെ ആവശ്യമില്ലാന്ന് തോന്നിയതുകൊണ്ടാണ്? അതൊരു കാരണം. ചിത്ര അപ്പോൾ ഒരു വലിയ, ദാസനെ പറഞ്ഞ ഒരു വലിയ ഐക്കോണായി അങ്ങനെ നിൽക്കുകയാണ് ചിത്ര, ഹ്യൂജായിട്ട്. ആ സമയത്ത് ഡിഫിക്കൽട്ട് ആയിരുന്നു. ആ സമയത്ത് ഒരു ചെറിയൊരു ജനാല തുറക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? വാതിലൊക്കെ നിറഞ്ഞിങ്ങനെ ചിത്രം നിൽക്കുകയാണ്. പിന്നീട് ചെറിയ കിളിവാതിലൂടെ വേണമെങ്കിൽ സുജാതയ്ക്ക് വേണം നോക്കാം. അതല്ലേ സംഭവിച്ചത്? വിഷമമുണ്ടായ നേരം കുറച്ചൊക്കെ വിഷമമുണ്ട്. പെണ്ണല്ലേ, അങ്ങനെ ആണല്ലേ, മനുഷ്യല്ലേ, എല്ലാവർക്കും വിഷമം ഉണ്ടാവില്ലേ? വിഷമം എന്ന് വെച്ചാൽ പാട്ടുകൾ കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ
കിട്ടിയ പാട്ടുകളൊക്കെ നല്ല പാട്ടുകൾ. ഇപ്പോൾ ജോൺസേട്ടൻ്റെ ആണെങ്കിലും ഔസേപ്പേട്ടൻ്റെ ആണെങ്കിലും കിട്ടിയ നമ്പർ കുറവായിരുന്നെങ്കിലും നല്ല നല്ല ഡ്യൂവറ്റ്സ് ഒക്കെ കിട്ടി. പക്ഷേ സോളോ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ എനിക്ക് അറിയില്ല, പ്രണയമണിയോ കാക്കക്കറുമ്പൻ ഏതോ എന്നായിരുന്നു എൻ്റെ ഫസ്റ്റ് ഒരു സോളോ പാടിയത്. ഞാൻ ഇതിലേതോ ഒന്നായിരുന്നു. അല്ല, ഇപ്പം നമുക്കിപ്പം ചില അഭിമുഖത്തിൽ വേണമെങ്കിൽ എനിക്കിതിനകത്തൊരു ഒരു കുസൃതിയില്ല, ഒരു അജണ്ടയില്ല. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഞാനിപ്പോൾ ഇതൊരു ഹിസ്റ്റോറിക്കൽ സ്കെച്ചാണ് ആക്ച്വലി. ഇത് ഏത് കാലഘട്ടത്തിലും പിന്നെ എന്താ പറയുക, ഇത് എപ്പോഴെങ്കിലും ഇനി അമ്മൂമ്മയും മുതുമുത്തശ്ശിയൊക്കെ ആയി കഴിയുമ്പോൾ ഇതിട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു ഏടും നമുക്ക് ഇല്ലാതാകരുത്. അപ്പോൾ എല്ലാ കണ്ണികളും അവിടെ ചേർത്ത് വെക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. സുജാതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും ചിത്രയെക്കുറിച്ച് ചർച്ച ചെയ്യും, സ്വാഭാവികമാണ്. എന്താ കാരണം വെച്ചാൽ മലയാളത്തിലെ സമകാലീനരാണ്, സെയിം വയസ്സുള്ളവരാണ്. ഒരു മലയാള ചെറിയ ഇൻഡസ്ട്രിക്ക് 2-3 ഗായികമാരെ അങ്ങനെ ഒരേപോലെ വേണമെങ്കിൽ അങ്ങോട്ട് എന്താ പറയുക പോറ്റാൻ പറ്റില്ല. വെച്ചാൽ നെറ്റിപ്പട്ടം കിട്ടിയ ഒരുപാട് ആൾക്കാരെ, കൊമ്പനാനേനെ ഒന്നും കൊമ്പന്മാരെ ഒരു ഉത്സവത്തിന് വേണമെങ്കിൽ തൃശ്ശൂർ പൂരമൊക്കെ ആയിരിക്കണം, അല്ലാത്ത പറ്റില്ലെന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ ഇൻഡസ്ട്രിക്ക് ചിത്രയായിരുന്നു ഒരു പക്ഷേ സുജാതയുടെ അവസരങ്ങൾ കവർന്നെടുത്ത് ഞാൻ പറയില്ല, അവസരങ്ങൾ കുറയാനുള്ളൊരു കാരണം. അല്ല, അത് ഒരു അത് അനിവാര്യതയായിരുന്നു. അതെ, മേ ബി എ ബെറ്റർ സിംഗർ അറ്റ് ദാറ്റ് ടൈം. ഇപ്പം ഞാൻ നല്ലോണം പാടുന്നുണ്ട്, എനിക്കറിയാം. എന്ന് വിചാരിച്ച് ചിത്രയുടെ പാട്ടിലൊരു കുറവ് വന്നിട്ടുമില്ല. ഇല്ല ഇല്ല ഇല്ല, ഞാനും നന്നായി പാടുന്നു. രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ രണ്ടുപേരും മനോഹരമായിട്ട് പാടുന്നുണ്ട്. പക്ഷേ ഇത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ചിലത് നമ്മുടെ കാലിലങ്ങ് ചുറ്റിക്കഴിഞ്ഞാൽ എത്രയിട്ട് കാലിട്ട് ഇളക്കിയാലും പോവില്ല എന്ന് പറയും ചില. എന്ന് പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ സുജാതയെ പിടിച്ചുകൊണ്ടിരുന്നു. എന്തിന് ദേശീയ അവാർഡ് വിവാദം പോലും സുജാതയും ചിത്രയും തമ്മിലുള്ള ഒരു എന്താ പറയണ്ടേ ഒരു പോർമുഖമായിട്ട് ആൾക്കാർ വ്യാഖ്യാനിച്ചു. നിങ്ങൾ രണ്ടുപേരും നിഷ്കളങ്കരാണ്, നിങ്ങൾ രണ്ടുപേരും അവിടെ യാദൃച്ഛികമായി വന്നുപെട്ടതാണെങ്കിൽ പോലും അന്നത്തെ വിവാദം നിങ്ങൾ രണ്ടുപേരും മുൻനിർത്തിയായിരുന്നു അല്ലേ? ചെറിയ എത്രത്തോളം സത്യമുണ്ടോ എന്ന് നമ്മൾ ഇപ്പം നേരിട്ട് പോയി അറിഞ്ഞിട്ടില്ല, എല്ലാവരും ഇതുപോലെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. ചെറിയ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആ സമയത്ത് എന്തോ ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ പേര് വന്നു എന്നോ എന്തോ, അത് ഓക്കെ. ബട്ട് ചിത്രയാണ് വളരെ എന്തായിരുന്നു വിവാദം പിന്നെ സുജാത? അത് ഓർക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു സേ ദാറ്റ്. കഴിഞ്ഞ കഥയല്ല, അത് പഴയ എത്ര വർഷമായി, അത് പോട്ടെ. നിങ്ങൾ ഇവിടെയാണ് ചില സമയത്തെ കുറിപ്പുകൾ നോക്ക്. പിന്നണി ഗാനരംഗത്തെ പൊളിറ്റിക്സിനെ കുറിച്ച് പറയാൻ ധൈര്യമുണ്ടോ? മിൻസാരക്കനവിലെ പൂ പൂക്കും ആസേ ചിത്ര പാടിയതല്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് ദേശീയ അവാർഡിൻ്റെ പരിധിയിൽ നിന്ന് തഴയപ്പെട്ടു. അപ്പോൾ കഥാനായിക പ്രവേശിക്കുന്നു. ആര്? സുജാത. നോക്കൂ, ഇതൊന്നും ധൈര്യത്തിൻ്റെ പ്രശ്നമല്ല. കാര്യങ്ങളുടെ ഉള്ളിലേക്ക് ഒരുപാട് ചിന്തിച്ചിറങ്ങുന്ന സ്വഭാവം എനിക്കില്ല എങ്കിൽ പോലും ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് പറയാം. ചിത്രയുടെ പൂ പൂക്കും ആസയ്ക്കായിരുന്നു അത്രേ അവാർഡ്. പിന്നീട് ചിത്രയല്ല സുജാതയാണ് പാടിയതെന്ന് അറിയുന്നതോടെ അതേ സിനിമയിലെ ഊലല്ലയ്ക്ക് കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞു കേട്ടു. ഡിപ്ലോമാറ്റ്. ഞാനിതൊന്നും പരാതിപ്പെട്ടിട്ടില്ല, ഇനിയോട്ട് ഉദ്ദേശവുമില്ല. മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് 3 പേരും സംഘവും ചേർന്ന് പാടിയ പാട്ട്. ഇതാ വരുന്നു പരാതി. മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് 3 പേരും സംഘവും ചേർന്ന് പാടിയ പാട്ടിന് കൊടുത്തു എന്നത് വാസ്തവമാണ്. പക്ഷേ ചിത്ര ഒരു കാരണവശാലും ഈ പെറ്റി പൊളിറ്റിക്സിൽ ഇടപെടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. മറ്റാരൊക്കെയാണോ എന്നുള്ളത് അത് കഴിഞ്ഞ കാര്യം. അത് നമ്മൾ ഇതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ഒരാൾ പ്രകോപിതനാകും. മോഹൻ. സുജാതയ്ക്ക് അങ്ങനെ പച്ചയ്ക്ക് പരാതി പറയാൻ പറ്റില്ല എങ്കിൽ പോലും എനിക്ക് പരാതി. സുജാത പാടിയ പോരാളെ പൊന്നുതായി യുഗ്മഗാനമായി എന്ന ഒറ്റ കാരണം പറഞ്ഞ് അവാർഡ് നിഷേധിച്ചെങ്കിൽ ഇപ്പോൾ ഈ അവാർഡ് ഇന്നയാൾക്ക് കൊടുത്തത് ശരിയാണോ? അല്ല, പക്ഷേ അത് ഞാൻ സമ്മതിക്കില്ല. പോരാളെ പൊന്നത്തായി സോളോ വേർഷൻ സ്വർണ്ണലതയാണ് പാടിയേക്കണേ. അത് സ്വർണ്ണലത അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. അത് സ്വർണ്ണലതയ്ക്ക് തന്നെ
കൊടുത്തതാണ്. മറ്റേതും അത് ഞാൻ അധികം കേട്ടിട്ടില്ല, പക്ഷേ മറ്റേത് ഞാൻ കേട്ടിട്ടുള്ളൊരു ന്യൂസാണ്. വീണ്ടും മോഹൻ തുടരുന്നു. നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അവാർഡ് സ്വീകരിക്കുന്ന വ്യക്തിയുടെ വലിപ്പച്ചെറുപ്പം നോക്കി ഉപാധികൾ മാറ്റരുത്. ഇനി സ്ഫോടനാത്മകമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നു. സ്വന്തം പറയണോ? അത് ശരി, അങ്ങനെയാണ് മോഹനം ബാക്കി പറഞ്ഞ കാര്യം കൂടെ ഞാൻ വായിക്കും. 998 ജനുവരി 7, 14 വർഷം മുമ്പ് സുജാത. ഒരുപാട് പേര് നമ്മളടുത്ത് പറഞ്ഞൊരു കാര്യമാണത്. ഞാൻ പോക്കലിട്ടു, ഞാൻ വായിക്കുന്നില്ല. ഇന്റർവ്യൂവിന് വരണവര് ചോദിച്ച കാര്യമാണ്. അപ്പൊ നമ്മൾ എന്താ ആൻസർ? ഞാൻ ഒരിക്കലും നുണ പറയില്ല എന്ന് മനസ്സിലായില്ല സുജാത. ചോദിച്ച കാര്യം നമ്മളടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുള്ള, ഇങ്ങനെയാണ് നടന്ന, സത്യമാണോ? അപ്പോ അങ്ങനെയാണ് നടന്നത്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവാർഡ് കിട്ടിയില്ല. അത് ശരി, ഐ ബിലീവ്. അല്ല, ഇത് റെക്കോർഡായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിട്ട് ഭയങ്കര കേട്ടാ. പക്ഷേ ഓക്കെ, ഇത് ചിത്രയെങ്ങാനും കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ചിത്ര, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരുപക്ഷെ നമുക്ക് വേണ്ട പ്രിയപ്പെട്ട എൻ്റെ 2 സഹോദരിമാര്, 2 പേരും എനിക്ക് വളരെ സ്വീറ്റ് ആയിട്ടുള്ള സഹോദരി. നമ്മളത്തെ ഓരോ ആൾക്കാർ വന്ന് പറയണത്, കുറെ ഇന്റർവ്യൂസിന് ചോദിച്ചു ഇങ്ങനെ നടന്നു, അപ്പോഴാണ് നമ്മൾ അറിയണത്. മാത്രമല്ല, സുജാത പറഞ്ഞൊരു വാചകം അടിവരയിടുകയാണ്, ഒരിക്കലും ഇങ്ങനത്തെ ഉള്ള പൊളിറ്റിക്സിൽ വ്യാപൃതയാവുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത ഒരാളാണ് ചിത്ര. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ക്യാരക്ടർ. മാത്രമല്ല, ചിത്രയും സുജാതയും തമ്മിലുള്ള സമവാക്യത്തെക്കുറിച്ചും കെമിസ്ട്രിയെക്കുറിച്ചും നമുക്കറിയാം. ഇത് പറയുമ്പോൾ ഇനി ചിത്രം വന്നില്ലെങ്കിൽ വളരെ മോശമാവും. പ്രേക്ഷകർ വിചാരിക്കും ഇവിടെ പോയി ചിത്രം പറയട്ടെ. എന്നാൽ സുജു, സുഖാണോ സുജു? നമ്മളൊരുമിച്ച് കുറേ പാട്ടുകൾ മുമ്പ് പാടിയിട്ടുണ്ട്. വൈഡൂര്യ കമ്മലണിഞ്ഞ പോലെ ആ ഒരു സമയത്ത് നമ്മുടെ കോമ്പിനേഷനിൽ കുറേ പാട്ടുകൾ നമ്മൾ പാടിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷം സുജു വീണ്ടും പാടി തുടങ്ങുമ്പോൾ സുജുവിൻ്റെ റെൻഡിഷനിലും ഒക്കെ ഒരു ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് കണ്ടത്. ഇതിനു വേണ്ടി എന്ത് തരത്തിലുള്ള പ്രാക്ടീസാണ് സുജു ചെയ്തത്? അതെങ്ങനെയാണ് ആ ഒരു വിധത്തിൽ സുജുവിനെ മാറ്റിക്കൊണ്ടുവന്നതെന്നുള്ളത് എൻ്റെ ഒരു സംശയമാണ്. ചിത്ര വളരെ സൗമ്യമായിട്ടാണ് ഒരു കാര്യം പറയുള്ളൂ. എന്താ കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു വാക്കിൽ ഒരു തരത്തിൽ ഒരു നാര് പോലും ഉണ്ടാകാൻ ഞാൻ പിന്നെയും വിടുവായാണ്. ഇല്ല, സുജാതയും അതിനെപ്പോലെ തന്നെ നൈജാതിരിയുണ്ട്. പക്ഷേ എന്തായാലും സുജാത വീണ്ടും പ്രാക്ടീസ് ചെയ്തു. എന്തെങ്കിലും മർമ്മം ഉണ്ടോ അതിനകത്താണ്? അല്ല, വേണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത ചേഞ്ചസ് ആയിരിക്കാം. കാരണം ചിത്രങ്ങൾ നിൽക്കുമ്പോൾ നമ്മൾ ചിത്രയെ പോലെ അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ട് പാടിയാലേ നമുക്കൊരു ഇടം കിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും എൻ്റെ ഒരു സ്റ്റൈല് എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് വിചാരിച്ച് എന്തെങ്കിലും ചെയ്ത് കാണും. ഞാൻ അറിഞ്ഞുകൊണ്ട് അതിന് വേണ്ടി പ്രാക്ടീസൊന്നും ചെയ്തില്ല. മേ ബി എനിക്കതിനൊരു ശരിക്കും ആക്ച്വലി ആൻസർ പറയാൻ എന്താണെന്നറിയില്ല ചിത്ര. അല്ല, പിന്നെ ചിത്ര പറഞ്ഞതിൽ ഞാൻ പറഞ്ഞുതരാം. എന്താ കാരണം വെച്ചാൽ സുജാത 5 വർഷത്തെ വിടവ് സുജാതയ്ക്ക് ഭയങ്കരമായിട്ട് ഫീൽ. ഇറ്റ് വാസ് ലൈക്ക് എ ഹിറ്റ്. തിരിച്ചു വരാനൊരു അവസരം കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ട് തൻ്റെ ഇടം സൃഷ്ടിക്കേണ്ട ഒരു ബാധ്യതയും കൂടി ഉണ്ടായി. അത് സൃഷ്ടിക്കണമെങ്കിൽ പുതിയ ആലാപന ശൈലിയിൽ തന്നെ പല മാറ്റങ്ങളും വേണ്ടി വരും. എന്താ കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഒരേ ശബ്ദത്തിൻ്റെ അനുകരണം അല്ലെങ്കിൽ ശബ്ദവിന്യാസം അതുപോലെ തന്നെ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമില്ല. എൻ്റെ ശബ്ദം ആൾക്കാർക്ക് വേണമെന്ന് അവരെ കൊണ്ട് തോന്നിപ്പിക്കണമെങ്കിൽ അത് ചിലപ്പം ഈ പറഞ്ഞ പോലെ ഈ പല്ലി വാല് തന്നെ മുറിച്ചിട്ട് പോകുമെന്ന് പറയുന്ന പോലെ അത് തന്നെ ഓരോരുത്തരും അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്നതായിരിക്കാം. ആ അഡാപ്റ്റേഷനെ കുറിച്ച് ഒരു പക്ഷേ സുജു ബോധവതി ആയിരിക്കണം എന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ തമിഴിൽ കടന്ന് തമിഴിൽ നിന്ന് ബോളിവുഡിലേക്ക് സുജാത പ്രയാണം ചെയ്തു. അത് മൃഗവാൻ തന്നെയാണ് ഉണ്ട് അതല്ലേ ബോളിവുഡിലേക്ക് കൊണ്ടുപോയത്? ഹിന്ദി ആദ്യം റഹ്മാന്റെ പാട്ട് തന്നെയാണ് താൽ എന്ന് പറഞ്ഞ സിനിമയിലെ ഇഷ്ക് ബിന. അതൊന്ന് പാടാം നമുക്ക്. നല്ലൊരു പാട്ടാണ്. അതെ. रब से भी सोना इश्क, रब से सोना इश्क, इश्क रब से भी सोना इश्क.
इश्क बिना क्या मरना यारा, इश्क बिना क्या जीना. അങ്ങനെ സുജാത ഇന്ത്യൻ സംഗീത ലോകത്ത് ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറി. സുജാത ഒരുപക്ഷെ ഒരുപാട് സംഗീതമായന്മാർക്ക് പ്രിയങ്കരിയായിട്ടുള്ള ഗായികയായി, തിരക്കുള്ള ഗായികയായി മാറി. 5 വർഷത്തെ ആ ഒരു ഗ്യാപ്പ് കോമ്പൻസേറ്റ് ചെയ്ത് പിന്നീട് ദ്രുതഗതിയിൽ. ഡോക്ടർ മോഹൻ പറഞ്ഞോ, എന്നെ പാടിക്കാൻ വിടാന്ന് വിചാരിച്ചപ്പോൾ ഇത്രത്തോളൊരു പോക്ക് പോകുന്നു ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. ഒരിക്കലും അത് പറയില്ല മോഹൻ, അങ്ങനെ പറയില്ല. ഞാനാണ് മോഹനം വീട്ടിൽ നിന്ന് പോയിക്കൊള്ളാൻ പറഞ്ഞു. വേഗം പോയി പാടിക്കൊള്ളാൻ പറഞ്ഞു. മേ ബി ശല്യം അത്ര കഴിഞ്ഞിട്ട് ഈ സാരി കൊടുക്കുന്ന കാണുന്നുള്ളത് വിചാരിച്ചിട്ട്. ഞാനാണ് ആക്ച്വലി, ഞാൻ ഒരു കൂടുതലായ ഹോം ബേർഡ്. എനിക്ക് എൻ്റെ വീട്, അതാണ് എൻ്റെ ലോകം. അവിടെ എത്തിയാലും ഒരു സ്വസ്ഥതയുള്ളൂ അല്ലേ? ലോകത്തിൻ്റെ എവിടെ പോയാലും അവിടെ തിരിച്ചെത്തണം. അതാണ് പ്രത്യേകത. പക്ഷേ സുജാതയുടെ ഒരു പ്രത്യേകത കണ്ടിരിക്കുന്ന ഈ ദാസേട്ടൻ്റെ കൂടെ കൂടിയിട്ട് കുറേ ദുശീലം പഠിച്ചു. ഇൻവെർട്ടർക്കും ആ ദുശീലം, ശബ്ദം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വല്ലാത്ത പാടുകൾ. ഇന്നത് കഴിക്കില്ല, പുളി പാടില്ല, എരിവ് പാടില്ല, തണുപ്പ് പാടില്ല, അങ്ങനെ പൊതിഞ്ഞു വച്ചിരിക്കുകയാണ്. അതിനെക്കാട്ടും ഏറ്റവും സൂക്ഷിക്കേണ്ട കാര്യം അറിയാമോ? ഈ വളവളവളാന്ന് സംസാരിക്കണേ. ഞാൻ ആൾക്കാരെ കണ്ട ആൾക്കാരുടെ കൂടെ കൂടിയ ഭയങ്കരമായിട്ട് എക്സൈറ്റഡായി സംസാരിക്കുന്ന ഒരാളാണ്. അതാണ് എനിക്കെൻ്റെ വോയിസിന് ഏറ്റവും പ്രശ്നം തരുന്ന കാര്യം. അല്ല, നിങ്ങളൊക്കെ എത്ര പ്രോഗ്രാം അതിനൊക്കെ വിളിക്കുക, കുറേ സ്ഥലത്ത് റിഹേഴ്സലിന് പോവില്ല, കറങ്ങാൻ പോവില്ല, വേഗം അത്ര സെൻസിറ്റീവാണ്, അധികം സംസാരിക്കും. ഇന്നിപ്പോൾ ഇത്രയും നേരം ഇന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ റൂമിൽ ചെല്ലുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും. 3-4 ദിവസം മിണ്ടാവൃതമായിരിക്കും. അല്ല, ഇന്നും നാളെ ഫുൾ വോയിസ് റെസ്റ്റ് കൊടുത്താൽ മറ്റന്നാളത്തേക്ക് ശരിയാവും. പിന്നെ സൂപ്പർ സെൻസിറ്റീവ്. പിന്നെ കുറേ കാര്യങ്ങൾ, ഈ എരിവ് ഡെഫിനറ്റ്ലി പ്രശ്നമാണ്. എനിക്ക് പ്രശ്നമാണ്. ശ്വേതയ്ക്കും അതേപോലെ തന്നെ. ഞാൻ കൊച്ചിലെ എല്ലാം കൊടുത്താണ് ശ്വേതയെ വളർത്തിയത്, എങ്കിലും ഐസ്ക്രീമും എല്ലാം. പക്ഷെ അവൾ പാടി തുടങ്ങിയപ്പോൾ അവൾ തന്നെ പറയണു, അമ്മ ഉണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചാൽ പ്രശ്നം വരണ്ട, തലേ ദിവസം കഴിച്ചാൽ, അതുകൊണ്ട് അവോയ്ഡ് ചെയ്യും. ഷീ ഹേർസെൽഫ് ഡിസൈഡഡ്. ഇതൊക്കെ ചില ആൾക്കാർ ഐസ്ക്രീം കഴിച്ചിട്ട് നേരെ പോയി പാടുന്നു. അത് എന്ത് ഭാഗ്യം ചെയ്തവരാണ്. SP ബാലസുബ്രഹ്മണ്യമൊക്കെ ഇങ്ങനെ എത്ര വേണേലും ഐസ് തിന്നാലും ബാലസാറൊക്കെ ഭാഗ്യം, ഭയങ്കര ഭാഗ്യം. അത് ശരിക്കും ദാസേട്ടനോട് എനിക്ക് ദേഷ്യമുള്ളൊരു കാര്യം അതാ. മേ ബി. പക്ഷെ അതുകൊണ്ടായിരിക്കും ഇത്രയും വർഷമൊക്കെ പാടാൻ പറ്റിയത്. കുറേ നാളായില്ലേ തുടങ്ങിയിട്ട്. ടച്ച് വുഡ്. ഇനി എത്രയോ നല്ല പാട്ടുകൾ കിടക്കുന്നു. സുജാത മലയാളത്തിലെ പ്രധാനപ്പെട്ട സംഗീത സംവിധായകന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, സുജാതയുടെ ശബ്ദത്തിന് വേണ്ടി ക്യൂ നിന്നിട്ടില്ല ഒരുപാട് പേര്. സുജാത പാടിയാൽ നന്നായിരിക്കുമെന്ന് ചിന്തിച്ചു. കുറച്ച് അതിഭാവത്തും കലർത്താമെന്ന കാരണം വെച്ചാൽ സ്ത്രീകളെയൊക്കെ ഒന്ന് കുറച്ച് പൊക്കുന്നത് നല്ലതാണെന്ന് ചില ഒരു കാര്യമില്ല. വളരെ ഗ്രൗണ്ടഡ്. എനിക്ക് അറിയാം എന്താണ് സത്യം എന്ന്. ചില വാക്കുകൾ ഞാൻ ഇൻവെർട്ടർ കോമ ഉപയോഗിക്കും, പക്ഷെ സംസാരിക്കുമ്പോൾ അത് കാണിക്കാൻ പറ്റില്ല ഇൻവെർട്ടറിലും. അല്ല, എങ്കിൽ പോലും ഇപ്പോൾ ജോൺസൺ മാഷയുടെ ഈ പുഴയും കടന്നു വളരെ ശ്രദ്ധേയമായിട്ടുള്ള പാട്ടുകൾ. അതിൽ ഞാൻ ഇപ്പം ചിത്രം പറഞ്ഞു, വൈഡൂര്യ കമ്മലനെ, അത് ഞങ്ങൾ ചേർന്ന് പാടിയൊരു പാട്ടാണ്. അതിലൊരു സോളോ ഞാൻ ആദ്യമായിട്ട് ജോൺസേട്ടൻ്റെ പാടി. എടുക്കും വായിക്കും. കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ, കാർവർണ്ണൻ എൻ്റെ കാർവർണ്ണൻ, കാലിയെ മെച്ചു നടക്കുമ്പോൾ കാലൊച്ചയില്ലാതെ വന്നപ്പോൾ, പാവമി ഗോപിക പെണ്ണിൻ മനസ്സിലെ തൂവെണ്ണക്കിണ്ണം കാണാതായി ആരാനും എങ്ങാനും കണ്ടാലോ, കള്ളൻ നീ കാട്ടും മായ
കള്ളൻ നീ കാട്ടും. മനസ്സിലായി. ജോൺസൺ മാഷ് നമ്മളുടെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോയി. ഒരു പക്ഷേ ഒട്ടേറെ ഗാനങ്ങൾ ഇനിയും നമുക്ക് സമ്മാനിക്കാൻ കഴിവുള്ളൊരു. അയ്യോ ജോൺസേട്ടൻ ഞങ്ങളുടെയൊക്കെ ഗുരു. അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷമായിട്ടുള്ള സിദ്ധി എന്ന് പറയുന്നത് മലയാളിയുടെ മനസ്സ് അറിഞ്ഞുകൊണ്ടാണ് പാട്ടിന് ഇണവിടുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഒട്ടുമിക്കവാറും പാട്ടുകൾ ഇപ്പോഴും ആ പാട്ടുകളെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ സിനിമാ പാട്ടുകളെ അവലോകനം ചെയ്യാൻ പറ്റില്ല. അതെ, ജോൺസേട്ടൻ്റെ സിമ്പിൾ മലയാളിത്വം പൊതിഞ്ഞ് നിൽക്കുന്ന പാട്ടുകൾ. അതിൻ്റെ വിഷ്വലൈസേഷൻ കൂടെ വരുമ്പോഴേക്കും ഉണ്ടല്ലോ, ഭയങ്കര സ്ട്രേറ്റ് ടു ഹാർട്ടാണ് അത്. സ്ട്രേറ്റ് ഹാർട്ടാണ്. ആൻഡ് ആസ് എ പേഴ്സൺ ഓൾസോ ജോൺസേട്ടൻ സച്ച് എ നൈസ് പേഴ്സൺ. കാരണം നമ്മുടെ കൈരളി തന്നെ ജോൺസേട്ടൻ്റെ കൂടെ ഞങ്ങൾക്ക് ജഡ്ജിങ്ങിന് ഇരിക്കാൻ ഉള്ള ഭാഗ്യം വന്നിട്ടുണ്ട്. അപ്പോഴാണ് ജോൺസേട്ടനായിട്ട് കുറേ കൂടുതൽ അടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്താ ജോൺസേട്ടൻ്റെ വെളിയിലൊന്നും ഉള്ളിലൊന്നും അങ്ങനെയല്ല. ഉള്ളത് മോശമാണെങ്കിൽ മോശം വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയും. അത്രയും ഭയങ്കര നല്ലൊരു പേഴ്സണാലിറ്റി ആയിരുന്നു. ഒരുപാട് മൂഡ്സിൻ്റെ ഒക്കെ ആളാണ്. പക്ഷേ എങ്കിൽ പോലും ഈ സംഗീതത്തോട് പുള്ളിക്കൊരു വലിയൊരു ഭ്രമമാണ്. മൂപ്പർ പാടും ഗിത്താറും എല്ലാം കൂടെ ആകെ കൂടി അല്ലേ. എന്തായാലും മലയാള സംഗീതത്തിന് പറ്റിയൊരു ഏറ്റവും വലിയൊരു നഷ്ടമെന്ന് പറയാവുന്നൊരു സംഭവമാണ് ജോൺസൺ മാസ്റ്റർ. റഹ്മാന് ശേഷം എനിക്ക് തോന്നുന്നു സുജാതയുടെ ശബ്ദം ഏറ്റവും കൂടുതൽ വളരെ സർഗാത്മകമായി ഉപയോഗിച്ചതാണ് വിദ്യാസാഗറാണ്. വിദ്യാസാഗർ സമ്മാനിച്ച സുജാതയുടെ പാട്ടുകൾ, വിദ്യാസാഗർ സുജാത കോമ്പിനേഷൻ തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടം. നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ വരണം. ഈ ടീം ഒരുപാട് നല്ല പാട്ടുകൾ തന്നിട്ടുണ്ട്. സുജാതയുടെ എനിക്ക് ഒന്ന് ശബ്ദത്തിൻ്റെ എല്ലാ കുനിപ്പുകൾ പോലും അറിയാവുന്നതാണ് വിദ്യാസാഗർ. അപ്പം മറ്റുള്ള ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സുജാതയ്ക്ക് ചില കുനിപ്പുകളുണ്ട്. അതിലൊരു എടുക്കൽ, ഒരു ചെറുത്, ആ ഒരു നേർത്ത തലങ്ങൾ പോലും ഏറ്റക്കുറച്ചിലുകൾ പോലും വിദ്യാസാഗറിൻ്റെ പാട്ടുകളിൽ പ്രകടമാണ്. പുള്ളി വളരെ ഫ്രീഡം തരുന്ന ആളാണോ വിദ്യാജി? എനിക്ക് ക്ലോസ് ഫ്രണ്ട്സ് ഇൻ മെയിൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രീനി, ഒന്ന് വിദ്യ. എൻ്റെ വളരെ ക്ലോസ് ആണ് ഇവർ രണ്ടുപേരും. സോ ആ ഒരു മേ ബി ആ ഒരു വൈബ്രേഷൻ, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ പാടുമ്പോൾ അത് ഒരുപാട് ഉണ്ടാവും നമുക്ക്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് അത് ഇറ്റ് വർക്ക്സ് നോ. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതൊരു വൈബായി മാറും. ആ വൈബ് ഒരു ആ പാട്ടിൽ തന്നെ വരും. അവർക്ക് നമ്മൾ കമ്പോസ് ചെയ്യുമ്പോഴേ ഇൻ കേസ് അവരുടെ മനസ്സിൽ ഒരു പാട്ട് നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാം ഇതൊക്കെ പാടാൻ പറ്റും, ഇത് പാടാൻ പറ്റില്ല, ദിസ് ഷി ക്യാൻ ഡു വെൽ. എത്രയോ ജന്മമായ ബന്ധമാണല്ലേ. അതൊരു പാട്ടുമായി മാറിയല്ലേ. ആ പാട്ട് നമുക്ക് പാടിയില്ലെങ്കിൽ വലിയ മിസ്സിംഗ് ആയിരിക്കും. എന്താ കാരണം വെച്ചാൽ ആ പാട്ട് പറയുമ്പോൾ എനിക്ക് ഗിരീഷ് ഏട്ടനെ എടുത്ത് പറയണം. ലിറിക്സ് അതെ, ഗിരീഷ് ഏട്ടൻ ഒരുപാട് മിസ് ചെയ്യണം ഗിരീഷ് ഏട്ടന്. എനിക്ക് തോന്നുന്നു ഒരു ഗായികയ്ക്ക് അല്ലെങ്കിൽ ഒരു ഗായകന് ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടുന്നത് സംഗീതത്തോടൊപ്പം തന്നെ ലിറിക്സിൻ്റെ ബ്യൂട്ടിക്കാണ്. ഒരു സെൻസ് വേണം അത്. ഒരു പക്ഷേ ചില പാട്ടുകൾ അതിൻ്റെ അർത്ഥം പോലും അറിയാതെ ആൾക്കാർ പാടിക്കളയും. പക്ഷേ ഗിരീഷിൻ്റെ ഒക്കെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഗിരീഷിൻ്റെ ഓരോ വരികളും നിങ്ങൾ മനസ്സിലേക്ക് ഇട്ട് മനനം ചെയ്തിട്ടാണ് പാടുന്നത് അല്ലേ? അതെ, ശരിക്കും. ആൻഡ് ഇറ്റ്സ് സോ റൊമാൻറ്റിക്. നമ്മുടെ ഏത് സമയത്ത് അത് പാടുമ്പോഴും ഇറ്റ് ബ്രിങ്സ് ഓൾഡ് മെമ്മറീസ്. ആ പാട്ടിനോട് അസോസിയേറ്റ് ചെയ്ത സീന്, ആ റെക്കോർഡിങ് എല്ലാം ഇങ്ങനെ മനസ്സിലേക്ക് കയറി വരും. നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ ആ പാട്ട്? എത്രയോ ജന്മമായി. ആർക്കെങ്കിലും അറിയാം പാട്ട് പാടാൻ? അവരെ പാടിച്ച് കുഴപ്പത്തിലാക്കണ്ട, നമുക്ക് സുജാത തന്നെ പാടിയാൽ മതി. വിദ്യാസാഗറിൻ്റെ പാട്ടുകൾ എനിക്കൊന്നും സുജാതയുടെ ശബ്ദവും വിദ്യാസാഗറിൻ്റെ സംഗീതം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതൊരു ഹിറ്റാവും. ആക്ച്വലി വിദ്യാജിക്ക് ഞാൻ ഒരു വലിയ താങ്ക്സ് പറയണം. കാരണം എൻ്റെ ഒരു മേജർ ടേണിംഗ് പോയിന്റ് ലൈഫിൽ ഓരോരോ ഘട്ടങ്ങളിൽ അതിൽ അടുത്തൊരു സ്റ്റെപ്പ് ചാട്ടം വന്നത് പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴക് വിരിഞ്ഞൊരു വർണ്ണമഴ. അതാണ് എന്നെ അടുത്തൊരു തലത്തിലേക്ക്. അതെ, നെക്സ്റ്റ് എൻ്റെ ഒരു ചേഞ്ച്. ആൾക്കാർ ഒരുപാട് അതിനുശേഷമാണ് എനിക്ക് പാട്ടുകൾ ഒരുപാട് കിട്ടിത്തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ ഞാൻ എത്രയോ ജന്മമായി പാടാം. പെയ്യും വസന്തം
മലയാളത്തിൽ മാത്രമല്ല, സുജുവിന് തമിഴിലും വിദ്യാസാഗർ ഹിറ്റ് കിട്ടി. അതൊക്കെ സൂപ്പർ ഹിറ്റായിട്ടുള്ള പാട്ടുകളാണ്. ഒരുപാട് പാട്ടുണ്ട് തമിഴില്. ഇപ്പോഴത് അതുണ്ട്. ഉൻ സമയലറയിൽ നാനുപ്പാ ചക്കരയാ. പിന്നെ തീപ്പൊരി ഒன்று സില സില സിലവിന കുലു കുലു കുലുവിന സര സര സരവിന പറവന. അങ്ങനെ ഒരു പാട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ അത്? മൊഴിയിലെ പാട്ട്. മൊഴിയിലെ പാട്ട്, യാ, നല്ല ചോയ്സ് ആണ് കേട്ടോ. അതെ, നമുക്കത് പാടിയാലോ? യാ, ഓക്കെ. വലിയ ഇഷ്ടമുള്ള പാട്ടാണ്. സച്ച് എ ബ്യൂട്ടിഫുൾ സോങ്. അതിൻ്റെ ലിറിക്സ് വൈരമുത്ത് സാറാണ്. വൈരമുത്ത് സാറിന് ഐ തിങ്ക് ഹി ഗോട്ട് നാഷണൽ അവാർഡ് ഫോർ ദിസ്. സുജാതയ്ക്ക് കിട്ടാത്ത ഞാൻ വിചാരിച്ചു പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ വൈരമുത്ത് സാറിന് കിട്ടിയ സന്തോഷത്തിൽ പറഞ്ഞതാ. സുജാതയ്ക്ക് 3 സംസ്ഥാന അവാർഡുകൾ വീതം കിട്ടി അല്ലേ? തമിഴ്നാടും കേരളവും ഒരുപോലെ സമഭാവനയോടെ സുജാതയെ അംഗീകരിച്ചു. ഏത് ഇത്ര വർഷത്തില് 3 6 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ദേശീയ അവാർഡിനേക്കാളും വലിയ അവാർഡായി ആക്ച്വലി. ഒരുപാട് സുജാത എന്താ കാരണം വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഗായകന്മാർക്കുള്ളൊരു വലിയൊരു ഗുണം എന്താ കാരണം വെച്ചാൽ നിങ്ങളുടെ പാട്ടുകൾ ഇങ്ങനെ ജീവിക്കുകയാണ്. ഇപ്പോൾ സുജാതയ്ക്ക് ഇപ്പം 30 വയസ്സായെങ്കിൽ പോലും ഈ എത്രയോ വർഷങ്ങളായിട്ട് ഈ സുജാതയുടെ പാട്ടുകൾ ഇങ്ങനെ മലയാളി കേട്ടുകൊണ്ടിരിക്കുക. അതിനി സുജാത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുതുമുത്തശ്ശി ആകുമ്പോൾ പോലും മലയാളി അത് ഇഷ്ടപ്പെടും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ പുതിയ തലമുറയിലെ ആൾക്കാർ പോലും ഇഷ്ടപ്പെടുന്നൊരു പാട്ട് പ്രണയവർണ്ണങ്ങളിലൊരു പാട്ട്. അത് യഥാർത്ഥത്തിൽ നെക്സ്റ്റ് ജനറേഷൻ പാട്ടാണ്, ന്യൂ ജനറേഷൻ കൂടിയല്ല. അതിപ്പോൾ ഏത് തലമുറ വന്നാലും അടുത്ത ജനറേഷനൊരു പാട്ടാണ്. ആ പാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു സുജാതയ്ക്ക് ഒരു മൊത്തം അതിൻ്റെ ഒരു ഭാവം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് പ്രണയം ഇങ്ങനെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഒരു സംശയിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഐ എം വെരി വെരി റൊമാൻറ്റിക് അറ്റ് ഹാർട്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഞാനത് മോഹനോട് ചോദിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ സുജാതയുടെ വിവാഹം 18-ാം വയസ്സിൽ നടന്നില്ലായിരുന്നെങ്കിൽ എത്രയോ പ്രണയങ്ങൾ സുജാത വ്യാപൃത അത്രത്തോളം പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒന്നും മിണ്ടുന്നില്ല അല്ലേ? നോ ആൻസർ. എന്ത് പറഞ്ഞാൽ ചിലപ്പോൾ കുടുക്കുകളാണ്. എനിക്ക് മനസ്സിലായി. ഇനി പറഞ്ഞ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. പ്രണയവർണ്ണകൻ. നമുക്ക് ആ ഒരു പാട്ട്, അതൊരു പാട്ട് പാടാം. ഓക്കെ, വരമഞ്ഞൾ പാട്ട്. ഓക്കെ. ഈ പാട്ട് കുറെ പാടിയിട്ടുണ്ട്, കുഴപ്പമില്ലല്ലേ? എത്ര കേട്ടാലും ആൾക്കാർക്ക് മതി വരുന്നില്ല. അത് എൻ്റെ അടുത്ത് വിദ്യാജി എന്നെ വിളിച്ചു പറഞ്ഞത് ഒരു കവിത പാടാണ്ടെന്നാ പറഞ്ഞത്. പാട്ടായിട്ടുണ്ട്. അവരെനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഫുൾ പാട്ടായിട്ട് ഉദ്ദേശിച്ചതെന്നറിയില്ല, ഒരു കവിത എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ നമ്മളിപ്പോൾ വരമഞ്ഞളാടിയ രാവിൻ അങ്ങനെ ഒരു കവിത ആയിരിക്കും ലിറിക്സ് ഉണ്ട്. അപ്പോൾ പാട്ട് കേട്ടപ്പോൾ അടിപൊളി, ഇത് കലക്കാമല്ലോ.
ഉക്കിന് പാട്ട് ഭയങ്കര ഇഷ്ടമായൊരു പാട്ടായിരുന്നു എനിക്ക്. അത് എന്താ പറഞ്ഞ, എൻ്റെ എവിടെ ചെന്നാലും സുജാത എന്ന് പറഞ്ഞ ഇപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഇപ്പം ഞാൻ നടന്നു വന്നപ്പോൾ ആ പാട്ടല്ലേ നമ്മളായിട്ട് ആ പാട്ടാണ്. അങ്ങനെ ഒരു ടാഗ് ലൈൻ ആയിട്ടുണ്ടാവും. അതെ. ചില്ലകൾക്കുള്ളിൽ കുയിലായി മാറിയ താരേ, അവളുടെ കവിളിൽ തൊടുവിരലാലെ കവിതകൾ എഴുതിയ താരേ, മുകുളിതയാക്കിയ താരേ, അവളെ പ്രണയിനിയാക്കിയ താരേ, വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞുതുള്ളി ഉറങ്ങി, മിനിനേരമെന്തിനോ തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി, പുലരിതൻ പ്രണയവും വിരഹവും എല്ലാ സമസ്ത വികാരങ്ങളും അതിലിങ്ങനെ ചാലിച്ചു ചേർത്തിരിക്കുന്നു. ശരിക്ക് വിദ്യാസാഗറിനോട് സുജാത കടപ്പെട്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഈ പാട്ടുകളിലൊക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ ചെറിയ ലൈഫല്ല, ജീവൻ തുടിക്കുന്ന പാട്ടുകൾ എന്ന് പറയും. സുജാത എവിടെ പോകുമ്പോഴും ഈ പാട്ടിങ്ങനെ പുറകിലുണ്ടെങ്കിൽ തത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ പോലെ റഹ്മാൻ, വിദ്യാജി, എം ജയചന്ദ്രൻ, ഈ മൂന്നുപേരുടെ ഒരുപാട് ഹിറ്റ് സോങ്സ്, ഇവരാണ് എനിക്ക് ഏറ്റവും മേജർ ഹിറ്റ് സോങ്സ് തന്നിട്ടുള്ളത്. ഔസേപ്പേട്ടൻ, ജോൺസേട്ടൻ, ഇങ്ങനെ. പക്ഷെ സോലോസ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പേരുടെയാണ് കൂടുതൽ പാടിയേക്കണത്. പിന്നെ ഔസേപ്പേട്ടൻ, ജോൺസേട്ടൻ, ഈ 5 പേരാണ് ഞാൻ ഏറ്റവും അധികം പാട്ടുകൾ പാടിയിരിക്കുന്നത്.